വെൽക്കം ടു PSC Learn Plus. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി ചെയ്തു തീർക്കാൻ 45 ദിവസം എടുക്കുന്നു. എന്നാൽ ജോൺ ഒറ്റയ്ക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ദീപു ഇതേ ജോലി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ്: രണ്ട് വ്യക്തികൾ ചേർന്ന് ഒരു ജോലി ചെയ്യാൻ A ദിവസവും ഇതേ ജോലി ഒരാൾ മാത്രം B ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ രണ്ടാമത്തെ വ്യക്തിക്ക് അതേ ജോലി ചെയ്തു തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് AB/B-A. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്? രണ്ട് വ്യക്തികൾ ഒരു ജോലി ചെയ്തു തീർക്കാൻ A എന്ന് പറഞ്ഞ സമയം എടുക്കുന്നുണ്ടെന്ന് കരുതാം. ഇനി ഇതിൽ ഒരു വ്യക്തി ഇതേ ജോലി ചെയ്ത് തീർക്കാൻ B എന്ന സമയം എടുക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വ്യക്തി ഇതേ ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയം കാണാനുള്ള ഇക്വേഷനാണ് എന്താണ്? AB/B-A. AB/B-A ഇൻറ്റു B/B-A ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ഇടും. അതേ ഈ ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ ഇത്. ഒന്നുകൂടി പറയാം. രണ്ട് വ്യക്തികൾ A സമയം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കുന്നു. അതിലൊരു വ്യക്തി അതേ ജോലി B സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നു. B സമയമോ ദിവസമോ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ B ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എങ്കിൽ രണ്ടാമത്തെ വ്യക്തി ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അത് കാണാൻ എന്ത് ചെയ്താൽ മതി? A ഇൻറ്റു B/B-A ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി ചെയ്ത് തീർക്കാൻ ഈ 45 ദിവസം എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ A എന്തായിരിക്കും? രണ്ട് പേരും കൂടി ചേർന്നിട്ട് 45 ദിവസം എടുക്കുന്നു. ഇതേ ജോലി ജോൺ ഒറ്റയ്ക്ക് 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുക. അപ്പോൾ B എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70 ദിവസമായിരിക്കും. അപ്പോൾ ഈ ജോലി ദീപു ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്ന് കാണാൻ ഇതിലിട്ട് കൊടുത്താൽ മതി. ഉണ്ടോ? A ഇൻറ്റു B/B-A. A എന്താണ്? 45. B എന്താണ്? 70/B-A എന്ന് പറഞ്ഞാൽ 70 - 45. ക്ലിയർ? അപ്പോൾ 45 ഇൻറ്റു 70 എന്താണ്? 45 ഇൻറ്റു 70 ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 0 5 35 5 ബാക്കി 3 4 7 28 3 31. ഓക്കെ, അപ്പം 45 ഇൻറ്റു 70 എന്ന് പറയുന്നത് എത്രയാണ്? 3150 ബൈ ഇനി 70 നിന്ന് 45 കുറച്ചാൽ എത്രയാണ്? 70 നിന്ന് 45 കുറച്ചാൽ പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ 10 5 പോയാൽ 5 ഇവിടെ. അപ്പം എത്രയായി? 6 6 4 പോയാൽ 2 70 45 പോയാൽ 25. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് കട്ട് ചെയ്ത് ചേർത്താക്കിയാൽ നമ്മുടെ ആൻസറിലേക്ക് എത്തും. 3150/25 എന്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും നോക്കാം. 5 കൊണ്ട് കട്ട് ചെയ്യാം. ഓക്കെ, 5ൻ്റെ ടേബിളിൽ 25 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം. ഈ 5 25, അതുകൊണ്ട് 25 വെട്ടിയിട്ട് 5 എഴുതി. ഇനി മുകളിലേക്ക് പോവുക. 31 എടുക്കുക. 31 5ൻ്റെ ടേബിളിൽ എത്ര പ്രാവശ്യം പോകും നോക്കാം. 6 5 30. അപ്പോൾ 6 എഴുതി. 6 5 30 നമുക്ക് വേണ്ടത്. 31. അപ്പോൾ 1 ബാലൻസ്. ആ 1 ഇവിടെ ചെറുതാക്കി എഴുതി. അപ്പോൾ ഇത് 15 15ൽ 5 എത്ര പ്രാവശ്യം പോകും? 15ൽ 5 3 പ്രാവശ്യം. 3 5 15 അല്ലേ? പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്. ഈ 0 മുകളിലേക്ക് എഴുതി. അപ്പം 630/5. ഇതിനെ വീണ്ടും കട്ട് ചെയ്യാലോ. 630/5 5നെ കൊണ്ട് തന്നെ കട്ട് ചെയ്യാണ്. 5ൻ്റെ ടേബിളിൽ 5 ഒരു പ്രാവശ്യം. ഇനി 630 കട്ട് ചെയ്യാൻ പോവാം. 6 എടുക്കുക ആദ്യം. 6ൽ 5 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം അല്ലേ? 6ൽ 5 ഒരു പ്രാവശ്യം. 1 ഇൻറ്റു 5 5 നമുക്ക് വേണ്ടത്. 6. അപ്പോൾ വീണ്ടും ഒരു 1 ബാലൻസ്. ഈ 1 ഇവിടെ ചെറുതാക്കി എഴുതാം. അത് 13 13ൽ 5 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. 2 5 10 നമുക്ക് വേണ്ടത്. 3. വീണ്ടും 3 ബാലൻസ്. 3 ഇവിടെ ചെറുതാക്കി എഴുതാം. അപ്പോൾ ഇത് 30 30ൽ 5 6 പ്രാവശ്യം. അപ്പോൾ 126/1 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 126. അപ്പോൾ ഓപ്ഷൻ സി 126 ദിവസം എടുക്കും ഒരാൾ ആദ്യം ജോലി ചെയ്തു തീർക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.